പേരിയ ഇരട്ടക്കൊലക്കേസിന്റെ വിധിപ്രസ്താവം അല്പസമയത്തിനകം കൊച്ചി CBI പ്രത്യേക കോടതിയിൽ നിന്ന് കേൾക്കാം. 12:15 വിധിപ്രസ്താവം നടത്തും CBI പ്രത്യേക കോടതി. ഇന്നിപ്പോൾ 11 മണിയോടുകൂടി കോടതിയിലേക്ക് പ്രതികളെ എത്തിച്ചതാണ്. അവിടെ പ്രതിഭാഗം അഭിഭാഷകന് ഒരു അല്പസമയം കോടതി അനുവദിച്ചതാണ്. അവസാനമായി പ്രതികൾക്ക് എന്തു പറയാനുണ്ട് എന്നതാണ് കോടതി കേട്ടത്. ആ സമയത്ത് CK ശ്രീധരൻ പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻ MLA KV കുഞ്ഞിരാമൻ്റെ അടക്കം വിഷയമാണ്. KV കുഞ്ഞിരാമന് പ്രായമായ അമ്മയുണ്ട്. ആ നിലക്കുള്ളൊരു അലിവ് KV കുഞ്ഞിരാമനോട് കാണിച്ചുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണം എന്നുള്ള ആവശ്യം CK ശ്രീധരൻ നടത്തിയിട്ടുണ്ട്. ഒപ്പം സാക്ഷികളുടെ മൊഴികൾ സംശയാതീതമല്ല, ചില സംശയങ്ങൾ ഇപ്പോഴുമുണ്ട്. പല സാക്ഷിമൊഴികളിലും പിന്നീട് വൈരുദ്ധ്യവും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വാദമുഖങ്ങളൊക്കെ ഏറ്റവും അവസാനമായും CK ശ്രീധരൻ നിരത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ജഡ്ജ്മെന്റിനെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒന്നാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. 12 എന്തായാലും വിധി വരാനിരിക്കുന്നു. സുനിൽ ഐസക് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ പേരയിലുണ്ട്. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി മണ്ഡപത്തിനരികിലാണ് ഇപ്പോൾ സുനിൽ ഐസക് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. സുനിൽ, പേരയിൽ വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഈ വിധിക്ക് പിന്നാലെ കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് ഉറ്റുനോക്കുന്നുണ്ട്. നേതാക്കൾ ആരെങ്കിലും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? എന്താണ് പേരയിലെ കണ്ടീഷൻ? ശിക്ഷാവിധി കേൾക്കാനായി പ്രധാനപ്പെട്ട നേതാക്കൾ, ഒപ്പം ഇവിടുത്തെ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബാംഗങ്ങൾ തുടങ്ങിയ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസ് ഉണ്ട്, ജെബി മേത്തർ MP ഉണ്ട്, ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉണ്ട്. അങ്ങനെ ഒരുപക്ഷെ ഡീൻ കുര്യാക്കോസ് ആയിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ സംഭവം നടക്കുന്ന സമയത്ത്. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. താങ്കൾ ശ്രദ്ധിച്ചിരുന്നു, അതായത് KV കുഞ്ഞിരാമന് പ്രായമായ അമ്മയുണ്ട്, മറ്റുള്ള പ്രതികൾക്കായാലും അവർക്ക് അവരുടെ കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ടെന്നൊക്കെയാണ് CK ശ്രീധരൻ കോടതിയിൽ പറഞ്ഞത്. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ഇക്കാര്യത്തില് വളരെ വിചിത്രമായിരിക്കുന്നു. അതായത് ആദ്യം ഇവർ പറഞ്ഞത് കുഞ്ഞിരാമനെന്നല്ല CPM-നെന്നല്ല ആർക്കും പങ്കില്ല എന്നാണ്. അവസാനം കുഞ്ഞിരാമൻ പ്രതിയായി, CPM ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്താണ്, മുഴുവൻ ആളുകളും പ്രതിസ്ഥാനത്താണ്. അപ്പോൾ എങ്ങനെയും രക്ഷപ്പെടുന്നതിന് വേണ്ടി അവസാനത്തെ അടവുമായിട്ട് നാണം കെട്ട ഒരു എന്താ പറയാ, നമുക്കൊരു ന്യായീകരണം ഇക്കാര്യത്തിലില്ലല്ലോ. എന്ത് ഒരു 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതിന് ശേഷം ആ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസാനത്തെ അടവാണ് ഇവിടെ ഇപ്പോൾ കുഞ്ഞിരാമന് അമ്മയുണ്ട്, അമ്മയ്ക്ക് അസുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞു. 2 അമ്മമാർക്ക് പിറന്ന മക്കളാണ് കൃപേഷും ശരത്ലാലും. ഈ നാട്ടിലെ ഏറ്റവും പ്രതീക്ഷയുള്ള 2 ചെറുപ്പക്കാരായിരുന്നു. അവർ കോൺഗ്രസ്സുകാരായി, യൂത്ത് കോൺഗ്രസ്സുകാരായി പോയി എന്നുള്ളതിന്റെ പേരിലാണ് ഈ പ്രതിസന്ധി അവർക്ക് വന്നത്. അപ്പൊ ആ അമ്മമാരുടെ കണ്ണീര് ആര് കേൾക്കും? ബഹുമാനപ്പെട്ട കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അവസാനത്തെ അടവുമായി കുഞ്ഞിരാമനും സംഘവും എത്തിച്ചേർന്നതിനെതിരെ ശക്തമായ വിധി ഉണ്ടാകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കേരളത്തിന്റെ യുവസമൂഹം ഒന്നാകെ ഈ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം അത് അത്രത്തോളം വലിയ വികാര വായ്പോട് കൂടിയിട്ടാണ് അന്നത്തെ ഈ കൊല കേരളം നോക്കിക്കണ്ടത്. അപ്പൊ അതിന് ഈ പറയുന്ന കുറ്റവാളികൾക്കെതിരെ, കൊന്നവരെ മാത്രമല്ല കൊല്ലിച്ചവരെയും ശക്തമായ നിലയിൽ ശിക്ഷിക്കണം എന്നുള്ള ആ ഒരു വികാരമാണ് എന്നുള്ളത് ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ജെബി മേത്തർ, എങ്ങനെയായിരിക്കും വിധി എന്നാണ് പ്രതീക്ഷിക്കുന്നത്? സുപ്രീം കോടതിയുടെ റെയറസ്റ്റ് ഓഫ് റെയർ കേസസ് ഡോക്ട്രിൻ ഈ കേസിൽ അപ്ലൈ ചെയ്യും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്, പ്രതീക്ഷിക്കുന്നതും. കാരണം ഇത്രയും ക്രൂരമായി നടന്ന ഒരു കൊലപാതകം ഇത് ഒരു തരത്തിലും ഇതിന്റെ ശിക്ഷ കുറയ്ക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു കാഠിന്യം കുറയ്ക്കുന്ന തരത്തിലോ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ്. ഇത് കേരളത്തിലെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അമ്മമാരുടെ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ അമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ ഒരു മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന ഒരു തീക്കനലാണ് കൃപേഷിനും ശരത്ലാലിനും അന്ന് നേരിടേണ്ടി വന്ന ആ ഒരു അനുഭവം. അപ്പോൾ ആ കേരളത്തിലെ അമ്മമാർ, കേരളത്തിലെ സഹോദരിമാർ ഒക്കെ പ്രാർത്ഥിക്കുകയാണ് ഇത് റെയറസ്റ്റ് ഓഫ് റെയർ കേസസ്, അപൂർവങ്ങളിൽ അപൂർവങ്ങൾ എന്ന ഇതിൽ ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി ശിക്ഷ ഇന്ന് വിധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.